വർക്ക് ചെയ്യുന്നുള്ളതാണ് ആദ്യത്തേത്. ഹായ് ഓൾ, എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ മാത്യു സർ ആണ്. സോ തിരുവല്ലയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സർ, എനിക്ക് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. നമ്മളുടെ ഫ്രഷ് ഡെന്റിസ്റ്റിന് നമുക്ക് ഇപ്പോൾ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ളൊരു സാലറി ആണോ കൊടുക്കുന്നത്, അതോ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പേ അവർക്ക് ഓഫർ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ബെറ്റർ ആയിട്ടുള്ള പേ കൊടുക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ വരുന്ന ഫ്രഷർ ഡെന്റിസ്റ്റും അവരുടെ സ്കിൽ അപ്ഗ്രേഡേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ പേ ഉറപ്പായിട്ടും അർഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാതെ അവർ ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആദ്യമേ അവർ ഫിക്സ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഡെന്റിസ്റ്റ് വളരെ ഒരു 10,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും 7,500 രൂപയ്ക്കും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡെന്റിസ്റ്റ് എന്തുകൊണ്ട് ആ ഒരു തുകയ്ക്ക് വർക്ക് ചെയ്യുന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പൊ അവർ മിനിമം ഒരു എമൗണ്ടിന് താഴെ വർക്ക് ചെയ്യത്തില്ലെന്ന് ഈ ഡെന്റിസ്റ്റുകൾ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ഇവരുടെ സ്കില്ല് അപ്ഗ്രേഡേഷൻ ചെയ്തുകൊണ്ട് ഒരു 6 മാസം കൊണ്ടെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ക്ലിനിക്കിൽ തന്നെ കമ്മീഷൻ ബേസിസിൽ വർക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കുന്ന ഡെന്റിസ്റ്റുകൾക്ക് മുമ്പോട്ടുള്ള സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സർ, എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മളുടെ ക്ലിനിക്കുകളിൽ സേഫർ ആണോ? ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ മീഡിയയും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെറിയൊരു അറ്റാക്ക് ആണെങ്കിൽ പോലും അത് എല്ലാവരും അറിയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അറ്റാക്ക് പോലും നമ്മൾ കുറയ്ക്കണമെങ്കിൽ എപ്പോഴും ഒരു ഫൈറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ അല്ലാത്തുള്ളത് കൂടുതലും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും നമുക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ വഴി കുറയ്ക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം.